ഇന്നലെ തിരുവനന്തപുരം നിവാസികൾ എല്ലാവരും കേട്ടതും ഞെട്ടിയതുമായ ഒരു വാർത്തയായിരുന്നു കവടിയാർ നടന്ന വാഹനാപകടം. ഒരു വണ്ടിയല്ല, രണ്ട് വണ്ടിയല്ല, അഞ്ചിൽ പരം വണ്ടികളും അതുപോലെയുള്ള ആളുകളും ആ അപകടത്തിൽ മരിച്ചു എന്നത് വളരെയധികം തന്നെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതിലേറ്റവും കൂടുതൽ ആദ്യം വന്നതും അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചതുമുള്ള മരണവാർത്ത ഒരു പെൺകുട്ടിയുടെ മരണം എന്നതായിരുന്നു. 24 വയസ്സുള്ള നവവധുവായ പെൺകുട്ടി. കവടിയാറിൽ അമിത വേഗത്തിലെത്തിയ കാർ നടപ്പാതയിലേക്കും മറ്റു വാഹനങ്ങളിലേക്കും ഇടിച്ചു കയറി നവവധു മരിച്ചു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന പാലക്കാട് കൊടുവായൂർ കാക്കയൂർ റോഡ് പീട്ടുപീടികയിൽ നൌഷിത ആണ് മരിച്ചത്. 24 വയസ്സായിരുന്നു പെൺകുട്ടിക്ക്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ആഷിഖ് സാനുവിന് 29 വയസ്സും. നൌജിയയുടെ ബന്ധു ആഷ്മ എന്നിവർ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2 പേരെ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലും പ്രവേശിപ്പിച്ചിരിച്ചു. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റ ആഷിഖ് സാനുവിന് പിന്നീട് ആനയേറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പുൽപ്പുള്ളി വേർക്കോലി നൌഷാദിൻ്റെയും ലൈലയുടെയും മകളാണ് നൌഷിജ. മാർച്ച് 28-നായിരുന്നു വിവാഹം. മധുവിധു യാത്രയിലായിരുന്നു ഇരുവരും. മൃതദേഹം ഇന്ന് പുൽപ്പുള്ളിയിലെ വീട്ടിലെത്തിക്കാമെന്നാണ് വിവരം. സഹോദരിയുടെ പേര് നൌഫിയ. ഇന്നലെ രാവിലെ 10:30-ഓടെയാണ് അപകടം. നൌഷിജയും ആഷിഖും തലസ്ഥാനം കാണാൻ ഇന്നലെ രാവിലെയാണ് പാലക്കാട് നിന്ന് എത്തിയത്. കുറവൻകോണം ഭാഗത്തു നിന്ന് കവടിയാറിലേക്ക് പോവുകയായിരുന്ന കാറ് സാൽവേഷൻ ആർമി സ്കൂളിന് സമീപമെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് നൌഷിജയും സംഘത്തെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം റോഡിലേക്കിറങ്ങി സ്കൂട്ടറുകളിലും 2 കാറുകളിലും കൂടി ഇടിച്ചാണ് നിന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നൌഷിജയെ മറ്റൊരു വാഹനത്തിൽ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി തന്നെ മരിച്ചു. ആഷിഖിനെ ആഷ്മയും കൂടാതെ കായംകുളം സ്വദേശിയായ നിതീഷ്, കഴക്കൂട്ടം സ്വദേശിയായ സുനിൽകുമാർ, ബംഗാൾ സ്വദേശി അലി അക്ബർ എന്നിവരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് കാറിന്റെ നിയന്ത്രണം വിട്ടതെന്ന് ഡ്രൈവർ കുറവൻകോണം സീസൺ സമ്മർ ബ്ലിസ് ഫ്ളാറ്റിലെ താമസക്കാരൻ മോഹൻ തോമസ് പോലീസിന് മൊഴി നൽകി. പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയിലുള്ള മോഹൻ തോമസിന്റെ നില മെച്ചപ്പെട്ട ശേഷം പോലീസ് മൊഴി രേഖപ്പെടുത്തും. പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. നൊമ്പരം വിതച്ച മധുവിധ യാത്രയാണ്. മാർച്ച് 28-നായിരുന്നു ആഷിഖിൻ്റെയും നൌഷിജയുടെയും വിവാഹം. ജോലിക്കായി വിദേശത്തേക്ക് തിരികെ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരുമിച്ചൊരു യാത്ര. അതായിരുന്നു തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അതായിരുന്നു ഏറ്റവും വലിയ വാർത്തയായി മാറുന്നതും. തിരുവനന്തപുരം തന്നെ അവർ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. തിരുവനന്തപുരം അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു നഗരം കൂടിയായിരുന്നു. അതായിരുന്നു അവർ തിരുവനന്തപുരം തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ പറയാം. എന്നാൽ നൌഷിജയെ കെട്ടിപ്പിടിച്ചു പോയ ആ യാത്ര അവസാനമാകുമെന്ന് ആഷിഖ് ഒരിക്കലും കരുതിയില്ല.